ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്ലിഗേഷൻസ് ഓഫ് പേറ്റന്റ്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഒരു പേറ്റന്റ് ഹോൾഡർക്ക് എന്തൊക്കെ അവകാശങ്ങൾ ഉണ്ട് എന്നുള്ളത് ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പേറ്റന്റ് ഹോൾഡർക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ഉള്ളത് എന്നൊക്കെയാണ്. സോ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡ്യൂട്ടി ടു പേ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് മെയിൻ്റനൻസ് ഫീസ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, പേറ്റന്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ പേറ്റന്റ് ആപ്ലിക്കന്റ് നിയമപരമായിട്ട് അടയ്ക്കേണ്ടതായിട്ടുള്ള എല്ലാ തുകയും, അതായത് എല്ലാ ഫീസും അദ്ദേഹം അടയ്ക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളതാണ്. സോ ആ ഒരു പെർട്ടിക്കുലർ നിശ്ചിത ഫീസ് അടയ്ക്കാത്ത പക്ഷം അദ്ദേഹത്തിന്റെ പേറ്റന്റ് റദ്ദാക്കപ്പെടും. സോ സെക്ഷൻ 142 ഓഫ് പേറ്റന്റ്സ് ആക്ട് പ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തി നിയമപരമായിട്ട് പേറ്റന്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് അടയ്ക്കേണ്ട ഫീസ് അടയ്ക്കാത്ത പക്ഷം പേറ്റന്റ് കിട്ടാൻ അയാളെ ഇന്നെലിജിബിൾ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡ്യൂട്ടി ടു ഡിസ്ക്ലോസ് ദ പേറ്റന്റ് ആണ്. അതായത് സെക്ഷൻ 8 ഓഫ് പേറ്റന്റ്സ് ആക്ട് പ്രകാരം പേറ്റന്റിന് അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ പേറ്റന്റ് ആപ്ലിക്കന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ സൊസൈറ്റിക്ക് മുൻപാകെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് സൊസൈറ്റിയുടെ മുൻപാകെ വെളിപ്പെടുത്തിയിട്ട് ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് ഡ്യൂട്ടി ടു റിക്വസ്റ്റ് ഫോർ എക്സാമിനേഷൻ. അതായത് പേറ്റന്റ് വേണം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, പേറ്റന്റ് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ സമർപ്പിച്ചു. ആപ്ലിക്കേഷൻ സമർപ്പിച്ചാൽ മാത്രം പോരാ എന്നാണ് സെക്ഷൻ 11B ഓഫ് ഇന്ത്യൻ പേറ്റന്റ്സ് ആക്ട് 1970 പറയുന്നത്. നമ്മൾ നമ്മുടെ പേറ്റന്റ് ആപ്ലിക്കേഷൻ സമർപ്പിച്ചതിന് ശേഷം ഒരു നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ആപ്ലിക്കേഷൻ ഒന്ന് നോക്കിത്തരണം, അതല്ലെങ്കിൽ അതൊന്ന് എക്സാമിൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു റിക്വസ്റ്റ് കൊടുക്കണം എന്നാണ് സെക്ഷൻ 11B ഓഫ് ഇന്ത്യൻ പേറ്റന്റ്സ് ആക്ട് പറയുന്നത്. നമ്മൾ ഈ ഒരു റിക്വസ്റ്റ് കൊടുക്കാത്ത പക്ഷം, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ എക്സാമിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കാത്ത പക്ഷം ആരും നമ്മുടെ ആപ്ലിക്കേഷൻ നോക്കുകയില്ല. സോ നമ്മൾക്ക് എന്തിനുള്ള ഡ്യൂട്ടി ഉണ്ട്, എക്സാമിനേഷൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള ഡ്യൂട്ടി കൂടെ ഉണ്ട്. അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡ്യൂട്ടി ടു വർക്ക് ദ ഇൻവെൻഷൻ. അതായത് നമ്മൾ ഒരു സാധനം കണ്ടുപിടിച്ചു, അതിൻ്റെ മേലിൽ പേറ്റന്റും ഒബ്റ്റെയിൻ ചെയ്തു, എന്നിട്ട് നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതായത് ഒന്നെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ അത് വീണ്ടും ഒരുപാട് മാനുഫാക്ചർ ചെയ്ത് അതിൻ്റെ ആവശ്യക്കാരുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. സോ അതിനൊക്കെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. വെറുതെ ഇൻവെൻഷൻ്റെ മുകളിലുള്ള ആ ഒരു പേറ്റന്റ് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സൊസൈറ്റിക്ക് യാതൊരുവിധ ഡെവലപ്മെൻറ്റും ഉണ്ടാവാൻ പോകുന്നില്ല. സോ പേറ്റന്റ് എന്ത് ചെയ്യണം, വീണ്ടും പേറ്റന്റഡ് ആ പ്രോസസ്സിൻ്റെ മുകളിൽ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ മുകളിൽ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് അതൊരു റീസണബിൾ പ്രൈസിൽ നമ്മുടെ സൊസൈറ്റിയുടെ ആവശ്യത്തിനനുസരിച്ച് അവരുടെ കയ്യിൽ എത്തിക്കാനും ശ്രമിക്കാനുള്ള ഒരു ഡ്യൂട്ടി നമ്മുടെ പേറ്റന്റ് ഹോൾഡർക്ക് ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് ഡ്യൂട്ടി ടു റെസ്പോണ്ട് ടു ഒബ്ജെക്ഷൻ. അതായത് നമ്മൾ പേറ്റന്റിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചു, അതിനുശേഷം എക്സാമിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള റിക്വസ്റ്റും സബ്മിറ്റ് ചെയ്തു. അങ്ങനെ ആ എക്സാമിനേഷൻ റിപ്പോർട്ടൊക്കെ ഒബ്റ്റെയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ കൺട്രോളർ എന്ത് ചെയ്തു, അല്ലെങ്കിൽ എക്സാമിനർ എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോസസ്സ് പേറ്റന്റ് കിട്ടാൻ യോഗ്യമാണോ എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിൻ ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് അതിന് മുകളിൽ കുറച്ച് ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇതിൻ്റെ മുകളിൽ ക്ലാരിഫിക്കേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് ഒബ്ജെക്ഷൻസ് റേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെ അവരെന്തെങ്കിലും ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒബ്ജെക്ഷൻസ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേറ്റന്റ് ആപ്ലിക്കന്റ് എന്നുള്ള നിലയ്ക്ക് ആ വ്യക്തിക്ക് അതിനൊക്കെ ഉത്തരം കൊടുക്കാനുള്ള ബാധ്യസ്ഥത ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ
ആ ഒരു ഫസ്റ്റ് എക്സാമിനേഷൻ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ള ഒബ്ജെക്ഷൻസിന് അവർ ഒരു വർഷത്തിനുള്ളിലും മറുപടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ള ആ പേറ്റൻസ് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിട്ടുള്ള, അതായത് അത് നിരസിക്കപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡ്യൂട്ടി ടു നോട്ട് മിസ്യൂസ് ദ പേറ്റന്റ്. ശരിയാണ്, നമ്മൾ ഒരു സാധനം കണ്ടുപിടിച്ചു, അതല്ലെങ്കിൽ ഒരു ന്യൂ മെത്തേഡ് കണ്ടുപിടിച്ചു, അതിൻ്റെ മുകളിൽ നമുക്ക് പേറ്റന്റ് ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെയാണ് അതിൻ്റെ മുകളിലുള്ള മൊണോപ്പൊളി. ഒരു 20 വർഷത്തിന് നമുക്കതിൻ്റെ മുകളിൽ ഒരു റൈറ്റ്സ് ഉണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും അത് എക്സിസ്റ്റിംഗ് ലോസിനെ ഹാം ചെയ്യുന്ന രീതിയിലോ അതല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റിനെ, അതായത് നമ്മുടെ ജനത്തിനെ പറ്റിക്കുന്ന രീതിയിലോ അതല്ലെങ്കിൽ മാർക്കറ്റിൽ അതിനെ അൺഫെയർ ആയിട്ട്, അതായത് ഒരിക്കലും ഒരു എത്തിക്സ് ഇല്ലാണ്ട് മാർക്കറ്റിൽ അതിനെ പ്രയോഗിക്കാനോ പാടില്ല. സോ ഒരിക്കലും പേറ്റന്റ് ലഭിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പേറ്റന്റ് വെച്ചിട്ട് ജനറൽ പബ്ലിക്കിനെയോ ഗവൺമെന്റിനെയോ ലോനെയോ ഡിസീവ് ചെയ്യാനോ അതല്ലെങ്കിൽ അൺഎത്തിക്കലായിട്ട് അത് യൂസ് ചെയ്യാനോ പാടില്ല. ആ ഒരു ഡ്യൂട്ടി പേറ്റന്റിന്റെ മുകളിൽ എപ്പോഴും ഉണ്ടാവും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.